നമസ്കാരം. ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1201 ആണ്ടിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെയാണ് പറഞ്ഞു വരുന്നത്. അശ്വതി മുതൽ പൂയം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ആയില്യ നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് ആയില്യ നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് പറഞ്ഞു പോകാം. രൗദ്ര ശബലോ വാഗ്മി ഗണേശ്വരോ ജ്ഞാനവാൻ ഷഡോ ധൂർത്തഃ ബഹ്വായാസ ധനവാൻ കൃതജ്ഞ ആശ്ലേഷഭേ വിനീതശ്ച എന്നാണ്. അതായത് ആയില്യ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ രൗദ്ര സ്വഭാവവും ചപലതയും വാക് സാമർഥ്യവും ഉള്ളവരായി ഭവിക്കുമെന്നാണ്. കൂടാതെ ഒരു സംഘടനയുടെയോ സംഘത്തിന്റെയോ സമുദായത്തിന്റെയോ ഒക്കെ നേതൃസ്ഥാനത്ത് എത്തുന്നവരുമാകും. കൂടാതെ ജ്ഞാനിയായും ഷഠനായും വിടവൃത്തിയുള്ളതായും വളരെ ആയാസമുള്ളവരായും ധനമുള്ളവരായും സമ്പന്നരായും എന്നാൽ ഉപകാര സ്മരണയില്ലാത്തവരായും ഭവിക്കുമെന്നാണ്. അതോടൊപ്പം തന്നെ വിനീത സ്വഭാവവും ഇവരുടെ മുഖമുദ്ര തന്നെയാണ്. ഇനി നമുക്ക് കൊല്ലവർഷം 1201 ആണ്ട് ആയില്യ നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ആയില്യ നക്ഷത്രം കർക്കിടക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. വ്യാഴം 12-ലും ജന്മരാശിയിലുമായിട്ടാണ് വരുന്നത്. ശനി 9-ലും 8-ൽ രാഹുവും 2-ൽ കേതുവുമാണ്. സമ്മർദ്ദങ്ങളിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കേണ്ട ഒരു സമയമാണ് എന്നർത്ഥം. പ്രതിലോമ ശക്തികൾ തനിക്കുള്ളിലും പുറത്തും ഉണ്ടാകാം. എല്ലാ കാര്യത്തെയും വളരെ കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. പ്രതിലോമ കാര്യങ്ങളെയൊക്കെ സ്വയം ചിന്തിച്ച് നിരാകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രവാസികളായിട്ടുള്ളവർ പ്രവാസമൊക്കെ അവസാനിപ്പിക്കണം എന്നുള്ള ചിന്ത ഉടലെടുക്കുന്നതായി കാണാം. വീട് പണികൾ മൂലമൊക്കെ ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ തീർക്കാൻ കാലതാമസം വരുന്നത് മനസ്സിനെ വിഷമിപ്പിച്ചേക്കാം. സാങ്കേതിക വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ അല്പം ക്ലേശം അനുഭവപ്പെട്ടേക്കാം. ഗവേഷണ പ്രബന്ധ രചനകളിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ മേഖല വെല്ലുവിളികൾ നിറഞ്ഞതാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. രോഗക്ലേശിതരായിട്ടുള്ളവർക്ക് വിദഗ്ധ ചികിത്സയ്ക്കൊക്കെ ധനസഹായം ലഭിക്കുന്നതുമാണ്. ശിഥിലമായിട്ടുള്ള പ്രണയബന്ധമൊക്കെ വീണ്ടും തളർക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് മത്സര രംഗത്തൊക്കെ വളരെയധികം കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ സൂക്ഷിക്കേണ്ട സാഹചര്യമാണ്. സമ്പാദ്യങ്ങളൊക്കെ സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപങ്ങളാക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. എന്നാൽ വാഹനം വാങ്ങിക്കുക പോലെയുള്ള കാര്യങ്ങൾ കുടുംബാംഗങ്ങളുടെ നിർബന്ധപ്രകാരം ചെലവുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ജീവിതത്തിൽ പൊതുവെ സുഖവും സന്തോഷവും ഒക്കെ ഒരുപക്ഷെ ലഭിക്കുന്നതുമാണ്. എന്നാൽ കഠിനമായിട്ടുള്ള പ്രവർത്തികളിലൂടെ മാത്രമേ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കൂ എന്ന് മാത്രം. ഈശ്വരനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മകൻ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.